നമ്മൾ കയറുന്ന ഹോട്ടലിൽ ആരൊക്കെയാ ഭക്ഷണം വെക്കുന്നത് ആർക്കറിയാം? കൊണ്ടുവന്ന് വിളമ്പുന്ന ഭക്ഷണം നമ്മൾ കഴിക്കില്ലേ? രാജു ആയാലും നന്ദിനി ആയാലും സുമയായാലും നമുക്കൊരുപോലെയല്ലേ നമ്മുടെ ജോലിക്കാര്. എല്ലാ ജോലിയും അവളെ ഏറ്റെടുക്കട്ടെ. എന്നിട്ട് അമ്മ ബുദ്ധി കാണിക്കേണ്ടത് ഇവിടെയല്ല. പതുക്കെ പതുക്കെ രാജുവിനെ സുമയും അങ്ങ് പറഞ്ഞു വിടണം. ജോലിക്കാരുടെ സ്ഥാനത്ത് അവള് മാത്രമാവണം. ഇത്രയും വലിയ വീട് അടിച്ചും തുടച്ചും ഇവിടെയുള്ളവർക്ക് മുഴുവൻ പാചകം ചെയ്ത് വയ്യാതാവുമ്പോ ഇനി എനിക്കിത് പറ്റില്ല എന്ന് പറയണം. ശേഷം അവൾ ഇറങ്ങി ഓടണം. അത് പിന്നെ അവളെ പൂട്ടാൻ ഇത് തന്നെയാ വഴി. അവൾ ഒരിക്കലും തല ഉയർത്താൻ പാടില്ല. ഭക്ഷണം വെക്കട്ടെ, ചെയ്യാനുള്ള പണികൾ മുഴുവൻ ചെയ്യട്ടെ. കുറ്റം കണ്ടുപിടിക്കാനും ശിക്ഷിക്കാനും മാത്രം മമ്മി നിന്നാ മതി. കൂടിയാൽ 1-2 മാസം. അതിനുള്ളിൽ അവള് പരാജയം സമ്മതിച്ചിരിക്കും. നോക്കാം. ചേച്ചി എനിക്ക് വിശന്നിട്ട് വയ്യ. ഒന്നുകിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അവൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാം. വരട്ടെ. നന്ദിനി, എന്താ മാഡം? ഞാൻ ഒരു വിധത്തിലാ മമ്മിയെ സമാധാനിപ്പിച്ചത്. സാധാരണ പെട്ടെന്ന് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരാളല്ല മമ്മി, അറിയാലോ? ആ അറിയാം. ഞാനിനി ഒരിക്കലും അടുക്കളയിൽ കയറില്ല. അത് പറ്റില്ല. ഇനി മുതൽ പാചകം ചെയ്യേണ്ടത് നീയാണ്, നീ മാത്രമാണ്. അത് മാഡം ഞാനുണ്ടാക്കിയാല് മമ്മി കഴിച്ചോളും, അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് മമ്മിയുടെ തോൽവിയായോ നിന്റെ വിജയമായോ കണക്കാക്കണ്ട. ഞാൻ കാല് പിടിച്ച് സമ്മതിപ്പിച്ചതാ. ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും പിഴവ് വന്നാ പിന്നെ നിന്റെ അവകാശങ്ങളോ അധികാരങ്ങളോ ഒന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? പൊയ്ക്കോ. മമ്മി ശരിക്കും സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. അല്ലെങ്കിൽ വാശി തോന്നി ഇനി മമ്മി അടുക്കള കയറിയാലോ? സഹിക്കേണ്ടത് നമ്മളല്ലേ? സംഗതി എന്തായാലും അവളുടെ പാചകം ഉഗ്രനാ. അപ്പൊ ഇനി നിത്യേന നല്ല ഭക്ഷണം കഴിക്കാം. കഴിക്കാം, പക്ഷേ അംഗീകരിച്ചു കൊടുക്കരുത്. കുറ്റവും കുറവും കണ്ടുപിടിച്ചോണം. മമ്മിയുടെ മുന്നിൽ വെച്ച് അവളെ വഴക്ക് പറയണം. തൽക്കാലം അങ്ങനെ നിൽക്കാനേ നമുക്ക് പറ്റൂ. അപ്പൊ എനിക്കിനി ഇത് കഴിക്കാലോ? കഴിച്ചു, ഞാനും കൂടെ. എന്റെ തോന്നല് വെറുതെ ആയില്ല. എന്റെ പേര് ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല നീയല്ലേ? വലിച്ചെറിയാൻ പോകുന്നവൾക്ക് എന്തിനാ ഫോണിൽ ഒരു സ്പേസ് അല്ലേ? സുഖാണോ? എങ്ങനെയുണ്ട് വേലക്കാരുടെ കൂടെയുള്ള ജീവിതം? മൗറീഷ്യസില് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്.
ഇന്നലെ അവരെന്നെ വിളിച്ചിരുന്നു. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഹണിമൂൺ അവിടെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. എത്താതിരുന്നതുകൊണ്ട് വിളിച്ചതാ. അവിടെ മാത്രമല്ല, ഈ ലോകം മുഴുവൻ നിന്നെ കൊണ്ട് ചുറ്റിക്കറങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ ഞാൻ. പക്ഷെ അതിന് വിധിയില്ലാതായിപ്പോയി. എല്ലാവരുടെയും ജീവിതത്തില് വിധി എഴുതുന്നത് ദൈവം. എന്റെ ജീവിതത്തില് അത് നീയാ. ഇത്രയും ദിവസം എന്നെ വല്ലാതെ വലച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം സൂര്യക്ക് മാത്രമേ അറിയൂ. എന്തായിരുന്നു എന്റെ അയോഗ്യത? എന്തായിരുന്നു എന്നെക്കാളും അധികമായി ആ വേലക്കാരിയിൽ കണ്ട പ്രത്യേകത? സൂര്യ, വിവാഹ മണ്ഡപത്തിൽ കയറുന്നതിന്റെ തലേ ദിവസം മുഴുവൻ നമ്മൾ ഒരുമിച്ചായിരുന്നു. എന്റെ ബർത്ത്ഡേ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ആഘോഷിച്ചു. കൂട്ടുകാർക്ക് മുഴുവൻ പാർട്ടിയും കൊടുത്തു. അപ്പോഴൊന്നും എന്നെ നിഷേധിക്കാൻ തോന്നാത്തൊരാള് വിവാഹ മണ്ഡപത്തിൽ കയറിയപ്പോ എന്നെ നിഷേധിച്ചത് എന്തിനായിരുന്നു? Tell me. മിത്ര, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഞാൻ ഇപ്പോഴും നിന്നോട് വഴക്കടിക്കാൻ വന്നതല്ല. സ്റ്റിൽ യു ആർ ഇൻ മൈ മൈൻഡ്. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയതിനു ശേഷമുള്ള ഒരു നിമിഷം പോലും ഞാൻ മറന്നിട്ടില്ല. എന്തിന്? നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ ഓരോ തവണയും നീ ഇട്ടിരുന്ന ഷർട്ടിന്റെ കളർ, നീ അടിച്ചിരുന്ന സ്പ്രേ ഉണ്ടല്ലോ, അതിന്റെ മണം, അതൊന്നും ഇപ്പോഴും എന്നെ വിട്ടു പോയിട്ടില്ല. സൂര്യ, എനിക്കൊരിക്കലും നിന്നോട് പ്രതികാരം തോന്നിയിട്ടില്ല. നിന്നോട് പ്രതികാരം ചെയ്യാന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞപ്പോ ഞാനത് തടഞ്ഞു. ബിക്കോസ് സ്റ്റിൽ ഐ ലവ് യു. വിവാഹ ദിവസം സൂര്യ അങ്ങനെ പെരുമാറിയത് നിങ്ങളുടെ കുടുംബത്തിനകത്തെ എന്തോ പ്രശ്നമാണെന്ന് ആരോ പറഞ്ഞറിഞ്ഞു. ലീവ് ഇറ്റ് ആൻഡ് ലീവ് ഹർ. അവളെ, ആ വേലക്കാരിയെ, അവളുടെ പാട്ടിന് വിട്ടിട്ട് നിനക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇനിയും തിരിച്ചു വരാം സൂര്യ. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സൂര്യ, നമുക്ക് നല്ല നല്ല ഡ്രീംസ് കാണാം. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാം. പ്ലീസ് സൂര്യ. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ നിന്റെ മനസ്സിൽ തന്നെ കിടക്കും. എന്നെ എത്ര അവഗണിക്കാൻ നോക്കിയാലും അത് നിന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചെയ്ത തെറ്റ് തിരുത്തി നീ എന്റെ കാൽച്ചുവട്ടിലേക്ക് വന്നേ പറ്റൂ.